പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള മാസം ധനുമാസം 1-ാം തീയതിയാണ് ഇന്നത്തെ ദിവസം. ഈ ദിവസം ആരംഭിച്ചതോടുകൂടി കുറച്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ ഭാഗ്യജീവിതങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു മലയാള മാസം പൂർണ്ണമായിട്ടും ഇവർക്ക് ഐശ്വര്യം നിറഞ്ഞ ദിവസങ്ങളാണ്. ഒരുപാട് നേട്ടങ്ങൾ ഇവരെ തേടി വരുന്ന ഈ ദിവസത്തിൽ ഇവരെ കാത്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നോക്കാം, മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച്. നാളെ തിങ്കളാഴ്ച പ്രഭാതത്തിൽ 10 മണി മുതൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് തുടങ്ങുകയും കാര്യവിജയം, അംഗീകാരം, ആരോഗ്യം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, നിയമകാര്യങ്ങളിൽ വിജയം ഇവ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ ഓരോന്നായിട്ടും നടന്നു കിട്ടും. ഇവർക്ക് യാത്രകൾ ആവശ്യമായിട്ട് വരികയും ഈ യാത്രകൾ കൊണ്ട് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യും. സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗം, അത് കഴിഞ്ഞിട്ട് കാര്യവിജയം, അഭിമാന നേട്ടം, അപകട ഭീതിയിൽ നിന്നും ഒഴിവാകുന്ന സാഹചര്യങ്ങൾ, ലാഭം, കലഹങ്ങളിൽ പെടാതെ ഒഴിവാകാൻ ഉള്ള സാധ്യത ഇവയും കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരെ കൊണ്ട് ചില സഹായ നേട്ടങ്ങളും ഈ ദിവസങ്ങളിൽ ഇടവക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ബുധനാഴ്ച 5 മണി കഴിഞ്ഞാൽ കൂടുതൽ അനുകൂല കാര്യങ്ങൾ ഇവർക്ക് നടക്കും. കാര്യവിജയം, പരീക്ഷാ വിജയം, അംഗീകാരം, സ്ഥാനലാഭം ഇവ കാണുന്നുണ്ട്. കൂടിക്കാഴ്ചകൾ വിജയിക്കും. തൊഴിൽ അന്വേഷണങ്ങൾക്ക് വിജയസാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാൻ ഉള്ള ഭാഗ്യവും വരും. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാം. അതുപോലെ ശനിയാഴ്ച മുതൽ പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, മനപ്രയാസം ഇവ ബുധനാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകും. അതിനുശേഷം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രാർത്ഥനകൾ കൂടി വേണ്ട ദിവസങ്ങളാണ് വരുന്നത്. ഇനി ഇടവക്കൂറിലെ കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തിങ്കളാഴ്ച 10 മണി വരെ പ്രതികൂല സാഹചര്യം ആണെങ്കിൽ പിന്നീട് അതങ്ങോട്ട് മാറി നല്ല ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. യാത്രാ വിജയം, ആരോഗ്യം മെച്ചപ്പെടുന്ന സാഹചര്യം, മനസ്സിന് സന്തോഷം എന്നിവ കാണുന്നുണ്ട്. ഉപയോഗ സാധന ലാഭം, സന്താന ലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗം, ആരോഗ്യം ഇവ ലഭിക്കും. സുഖലോലുപ വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതകളുണ്ട്. ഉല്ലാസയാത്രകൾക്ക് അവസരങ്ങൾ ലഭിക്കും. ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. ചികിത്സകൾ ഫലവത്താകും. ബുധനാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂല സാഹചര്യങ്ങളാണ് കാണുന്നത്. കാര്യപരാജയം, പരീക്ഷാ പരാജയം, വാഗ്വാദം, തർക്കം, ശരീരക്ഷതം ഇവ കാണുന്നുണ്ട്. ശനിയാഴ്ച മുതൽ വീണ്ടും കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. കാര്യവിജയം, അംഗീകാരം, സ്ഥാനലാഭം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടക്കാം. യാത്രകൾ വിജയിക്കാൻ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട്. എല്ലാ തടസ്സങ്ങളും ഇവരിൽ നിന്ന് വിട്ടൊഴിയും. ഇനി മിഥുനക്കൂറിൽ പിറന്ന മകയിരം 2-ാം പകുതി, തിരുവാതിര, പുണർദം ആദ്യ 1/4 ഭാഗം വരെ ജനിച്ചവർക്ക് ധനുമാസത്തിൽ ആദ്യത്തെ ആഴ്ചത്തെ ഫലം ഒന്ന് നോക്കാം.
തിങ്കളാഴ്ച പ്രഭാതത്തിൽ 10 മണിവരെ അനുകൂലമാണ് കാര്യങ്ങൾ. കാര്യവിജയം, ധനയോഗം, ബന്ധുസമാഗമം, ആരോഗ്യം, ഉപയോഗസാധന ലാഭം, പരീക്ഷാ വിജയം, സന്തോഷം ഇവ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ ഓരോന്നായിട്ടും നടന്നു കിട്ടും. യാത്രകൾ വിജയിക്കും. വേണ്ടപ്പെട്ടവരുമായിട്ട് ഒത്തുകൂടാൻ അവസരങ്ങളുണ്ട്. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കും. കൂടിക്കാഴ്ചകൾ വിജയിക്കും. തൊഴിൽ അന്വേഷണങ്ങൾ ഫലവത്താകും. തിങ്കളാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ സാഹചര്യം അനുകൂലമാണ്. കാര്യതടസ്സം, അലച്ചിൽ, ചിലവ്, ധനതടസ്സം, മനപ്രയാസം, ശരീരക്കുറവ്, യാത്രാ തടസ്സം ഇതുപോലെയുള്ള ദോഷങ്ങളൊക്കെ മാറി ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഇവരിൽ കാണുന്നുണ്ട്. ബുധനാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ കൂടുതൽ അനുകൂല ഫലങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. പരീക്ഷാ വിജയം, ആരോഗ്യം ഇവ മെച്ചപ്പെടും. പുതിയ സാധ്യതകൾ തുറന്നു കിട്ടുന്നതിനുള്ള എല്ലാ അവസരങ്ങളും കാണുന്നുണ്ട്. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കും. നടക്കാതിരുന്ന കാര്യങ്ങൾ നടന്നു തുടങ്ങും. ശനിയാഴ്ച മുതൽ പ്രതികൂല സാഹചര്യങ്ങൾക്കാണ് സാധ്യത. കാര്യപരാജയം, അഭിമാനക്ഷതം, കലഹം, മനപ്രയാസം, ശത്രുശല്യം ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. വേണ്ടപ്പെട്ടവർ അകലാൻ സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് ശകാരം കേൾക്കേണ്ടതായിട്ട് വരുന്ന സാധ്യതകൾ കൂടി ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് കർക്കിടകക്കൂറിൽ ജനിച്ച പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർക്ക് ബുധനാഴ്ച വൈകുന്നേരം 5 മണിവരെ അനുകൂലമാണ്. കാര്യവിജയം, സ്ഥാനക്കയറ്റം, അനുകൂല സ്ഥലം മാറ്റം, അംഗീകാരം, ആരോഗ്യം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ധനയോഗം, സന്തോഷം, ബന്ധുസമാഗമം ഇവ കാണുന്നുണ്ട്. ആഗ്രഹങ്ങളൊക്കെ നടക്കാം. തൊഴിൽ അന്വേഷണങ്ങൾ വിജയിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുമായിട്ട് ഒത്തുകൂടാൻ അവസരങ്ങൾ ലഭിക്കും. വായ്പാ ശ്രമങ്ങൾ വിജയിക്കും. ബുധനാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ് കാര്യങ്ങൾ. കാര്യതടസ്സം, അലച്ചിൽ, ചിലവ്, ശരീരസുഖക്കുറവ്, മനപ്രയാസം, അപകടഭീതി, ശരീരക്ഷീണം, നഷ്ടം ഇവ കാണുന്നുണ്ട്. ആരോഗ്യം സൂക്ഷിക്കണം. ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിക്കുക. ശനിയാഴ്ച മുതൽ അനുകൂലമാകും. കാര്യവിജയം, അംഗീകാരം, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ ഓരോന്നായിട്ടും നടന്നു തുടങ്ങും. യാത്രാ വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാം. വേണ്ടപ്പെട്ടവരുമായിട്ട് ഒത്തുകൂടാൻ അവസരങ്ങളും കാണുന്നുണ്ട്. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. തിങ്കളാഴ്ച പ്രഭാതത്തിൽ 10 മണിവരെ കാര്യം പ്രതികൂലമാണ്. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, ശരീരസുഖക്കുറവ്, യാത്രാ തടസ്സം, പ്രവർത്തനമാന്ദ്യം, ധനതടസ്സം ഇവ കാണുന്നു. വേണ്ടപ്പെട്ടവർ അകലാൻ സാധ്യതയുണ്ട്. വായ്പാ ശ്രമങ്ങൾ തടസ്സപ്പെടാം. തിങ്കളാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ്. കാര്യവിജയം, അംഗീകാരം, അപ്രതീക്ഷിത ധനയോഗം, ബിസിനസ്സിൽ വളർച്ച ഇവ കാണുന്നു. ആരോഗ്യം, സന്തോഷം ഇവ മെച്ചപ്പെടും. പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാം. തടസ്സങ്ങൾ മാറിക്കിട്ടും. യാത്രകൾ വിജയിക്കാം. ആഗ്രഹങ്ങൾ നടക്കും. വേണ്ടപ്പെട്ടവരുമായിട്ട് ഒത്തുകൂടാം. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടും. തൊഴിൽ അന്വേഷണങ്ങൾ വിജയിക്കും. ഉല്ലാസയാത്രകൾക്ക് സാധ്യതകളുണ്ട്. തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഉള്ള സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ കാണുന്നു. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരങ്ങൾ ലഭിക്കും. ശനിയാഴ്ച മുതൽ പ്രതികൂല സാഹചര്യം. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, അലച്ചിൽ, ചിലവ്, ധനതടസ്സം, മനപ്രയാസം ഇവ കാണുന്നുണ്ട്. ഇനി കന്നിക്കൂറിലെ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. തിങ്കളാഴ്ച പ്രഭാതത്തിൽ 10 മണിവരെ പ്രതികൂല സാഹചര്യം. കാര്യപരാജയം, അപകടഭീതി, ഇച്ഛാഭംഗം, മനപ്രയാസം, നഷ്ടം, ശരീരക്ഷതം ഇവ കാണുന്നു. ഇരുചക്ര വാഹനയാത്രകൾ സൂക്ഷിക്കണം.
തിങ്കളാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമാണ് ഫലങ്ങൾ. കാര്യങ്ങൾ ഭാഗികമായിട്ട് ശരിയാകാം. ശരീരസുഖക്കുറവ്, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം ഇവ കാണുന്നുണ്ട്. ഇവർക്കും നല്ല പ്രാർത്ഥനകൾ വേണ്ട ദിവസം തന്നെയാണ് വരുന്നത്. തടസ്സങ്ങൾ ഒന്നായിട്ട് മാറിക്കിട്ടുന്നതിനാൽ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ കൂടുതൽ വിജയസാധ്യതകളും ഇവർക്കൊപ്പമുണ്ട്. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.